പ്രിയമുള്ള കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സിൽ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന ചാപ്റ്ററിൽ നിന്നും ഫോക്കസ് ഏരിയയിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ചാപ്റ്റർ 6 സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡയഗ്രാമാറ്റിക് വ്യൂ ഓഫ് എ സെൽ സൈക്കിൾ ഈസ് ഗിവൺ ബിലോ. ഒരു സെൽ സൈക്കിളിൻ്റെ ഡയഗ്രാമാറ്റിക് വ്യൂ തന്നിട്ടുണ്ട്. 2013 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ സെൽ സൈക്കിളിൻ്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ആ പൈ ഡയഗ്രമാണ്. അപ്പോൾ ഇവിടെ G1 ഫേസ് ഉണ്ട്, എസ് ഫേസ് ഉണ്ട്, G2 ഫേസ് ഉണ്ട്, അതുപോലെ G0 ഫേസ് ഉണ്ട്. എം ഫേസിൻ്റെ വിവിധ സബ്സ്റ്റേജുകളായിട്ടുള്ള പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, സൈറ്റോകൈനസിസ്, ഇത്രയും സ്റ്റേജുകളുണ്ട്. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ഐഡൻറ്റിഫൈ ദ ഫേസ് ഇൻ വിച്ച് നമ്പർ 1 DNA സിന്തസിസ് ടേക്സ് പ്ലേസ്. DNA സിന്തസിസ്, DNA നിർമ്മാണം നടക്കുന്ന ഘട്ടം ഏതാണെന്ന്. DNA നിർമ്മാണം നടക്കുന്ന ഘട്ടം ഏതാണ്? അതിന് പൈ ഡയഗ്രം വേണമെന്നൊന്നുമില്ല. ഏത് ഘട്ടത്തിലാണ് DNA നിർമ്മാണം നടക്കുന്നത്? എസ് ഫേസിലാണ്, സിന്തറ്റിക് ഫേസിലാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്രോമസോംസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദ ഇക്വേറ്റർ ഓഫ് ദ സ്പിൻഡിൽ. ക്രോമസോംസ് സെല്ലിൻ്റെ ഇക്വേറ്ററിൽ എന്ന് പറഞ്ഞാൽ മധ്യഭാഗത്തായിട്ട്, നടുഭാഗത്തായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഏത് ഘട്ടത്തിലാണെന്ന്. ഏത് ഘട്ടത്തിലാണ്? മൈറ്റോസിസിൻ്റെ മെറ്റാഫേസിലാണ് ഇക്വേറ്ററിലായിട്ട് ക്രോമസോംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ആൻസർ, DNA സിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ എസ് ഫേസ്. എസ് ഫേസിലാണ് DNA സിന്തസിസ് നടക്കുന്നത്. ക്രോമസോംസ് ഇക്വേറ്ററിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മെറ്റാഫേസിൽ. സോ ആൻസർ ഈസ് മെറ്റാഫേസ്. Then second question, observe the diagram related with the cell cycle. സെൽ സൈക്കിളുമായി ബന്ധപ്പെട്ട ഡയഗ്രാം ഒബ്സർവ് ചെയ്യാം. ഡയഗ്രാത്തിൽ G0 തന്നിരിക്കുന്നു, ABC എന്ന് തന്നിരിക്കുന്നു, എം ഫേസിലെ വിവിധ ഘട്ടങ്ങൾ തന്നിരിക്കുന്നു. ഐഡന്റിഫൈ ആൻഡ് ഡിസ്ക്രൈബ് ABC ഇൻ ദ ഡയഗ്രാം. ഡയഗ്രാത്തിലെ ABC കണ്ടെത്തുക ഏതാണെന്ന്, അതിനെക്കുറിച്ച് വിശദീകരിക്കുക. ഒരു സൂചന തന്നിരിക്കുന്നു, ഹിൻഡ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് 1 പോയിന്റ് ഈച്ച് ഫ്രം ABC. എയിൽ നിന്നും ബിയിൽ നിന്നും സിയിൽ നിന്നും ഓരോ പോയിന്റ് വീതം. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? G1 ഫേസ് അല്ലെങ്കിൽ ഗ്യാപ്പ് 1 ഫേസ് അല്ലെങ്കിൽ ഗ്രോത്ത് 1 ഫേസ് ആണ്. ബി എന്ന് പറയുന്നത് എസ് ഫേസ് ആണ്, സിന്തറ്റിക് ഫേസ്. സി എന്ന് പറയുന്നത് G2 ഫേസ് അല്ലെങ്കിൽ ഗ്യാപ്പ് 2 ഫേസ് അല്ലെങ്കിൽ ഗ്രോത്ത് 2 ഫേസ് ആണ്. ദെൻ അവയെക്കുറിച്ച് എന്തൊക്കെ എഴുതാം? ഓരോ പോയിന്റ് വീതമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എയിൽ എന്ത് നടക്കുന്നു എന്ന് എഴുതാം. G1 ഫേസിൽ ഗ്രോത്ത് ടേക്സ് പ്ലേസ്, വളർച്ച നടക്കുന്നു. ബിയിലാണെങ്കിൽ അല്ലെങ്കിൽ സിന്തറ്റിക് ഫേസിൽ, എസ് ഫേസിൽ DNA സിന്തസിസ് ടേക്സ് പ്ലേസ്. സി എന്ന് പറയുന്നത് G2 ഫേസ് ആണ്, ഗ്രോത്ത് കണ്ടിന്യൂസ് ആൻഡ് പ്രോട്ടീൻ സിന്തസിസ് ടേക്സ് പ്ലേസ്. ഗ്രോത്ത് തുടരുന്നു, കൂടാതെ പ്രോട്ടീനുകളുടെ നിർമ്മാണം നടക്കുന്നു. ആൻസർ, എ G1 ഫേസ്, സെൽ ഗ്രോത്ത് ടേക്സ് പ്ലേസ്. ബി എസ് ഫേസ്, DNA സിന്തസിസ് ടേക്സ് പ്ലേസ്, DNAയുടെ നിർമ്മാണം നടക്കുന്നു. സി G2 ഫേസ്, സെൽ ഗ്രോത്ത് കണ്ടിന്യൂസ് ആൻഡ് പ്രോട്ടീൻ സിന്തസിസ് ടേക്സ് പ്ലേസ്. കോശ വളർച്ച തുടരുന്നു, പ്രോട്ടീനുകളുടെ നിർമ്മാണം നടക്കുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ക്യൂസെന്റ് സ്റ്റേജ്? ക്യൂസെന്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. എന്താണ് ക്യൂസെന്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ? ചില അഡൽട്ട് അനിമൽ സെൽസ് ഡിവൈഡ് ചെയ്യില്ല, ഉദാഹരണമായിട്ട് ഹാർട്ട് സെൽസ് പോലെയുള്ളവ. മറ്റു ചിലതാണെങ്കിൽ വല്ലപ്പോഴും മാത്രമാണ് ഡിവൈഡ് ചെയ്യുക. ഡെഡ് സെൽസിനെ റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ വല്ല ഇഞ്ചൂർഡ് സെൽസിനെയൊക്കെ റീപ്ലേസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള സെല്ലുകൾ G1 ഫേസിൽ നിന്ന് എക്സിറ്റ് ചെയ്യും, പുറത്തു പോവും. അങ്ങനെ അവ പിന്നീട് ഡിവൈഡ് ചെയ്യില്ല. അങ്ങനെ അവർ ഇനാക്റ്റീവ് സ്റ്റേജിൽ എത്തിപ്പെടും. ഈ ഇനാക്റ്റീവ് സ്റ്റേജിന് പറയുന്ന പേരാണ് ക്യൂസെന്റ് സ്റ്റേജ്. സെൽ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളമാണ് ഇവ ഇനാക്റ്റീവ് എന്ന് പറയുന്നത്. പക്ഷേ സെല്ല് മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്, അതിൽ ജീവൽ പ്രവർത്തനങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഘട്ടത്തെയാണ് ക്യൂസെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. സം സെൽസ് ഇൻ അഡൽട്ട് അനിമൽ സെൽസ്. അഡൽട്ട് അനിമൽ സെൽസിലെ ചില സെല്ലുകൾ, എക്സാമ്പിൾ ഹാർട്ട് സെൽസ്, ഹൃദയകോശങ്ങൾ, ഡു നോട്ട് ഡിവൈഡ്, വിഭജിക്കില്ല. ആൻഡ് മെനി അതർ സെൽസ് ഡിവൈഡ് ഒക്കേഷണലി.
ധാരാളം മറ്റു ചില സെല്ലുകൾ വല്ലപ്പോഴും മാത്രം ഡിവൈഡ് ചെയ്യുന്നു ടു റീപ്ലേസ് ഇഞ്ചേർഡ് ഓർ ഡെഡ് സെൽസ്. ഡെഡ് സെൽസിനെയോ അല്ലെങ്കിൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള സെല്ലുകളെയോ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. These cells that do not divide exit G1 phase. ഈ വിഭജിക്കാത്ത സെല്ലുകൾ G1 ഫേസിൽ നിന്ന് പുറത്തു പോകുന്നു ആൻഡ് എൻ്റർ ഇൻ ആൻ ഇനാക്റ്റീവ് സ്റ്റേജ് കോൾഡ് ക്യുസെൻറ്റ് സ്റ്റേജ്. അവ ക്യുസെൻറ്റ് സ്റ്റേജ് എന്നറിയപ്പെടുന്ന ഒരു ഇനാക്റ്റീവ് സ്റ്റേജിൽ പ്രവേശിക്കുന്നു. ഡ്യൂറിങ് ദി സ്റ്റേജ്, ഈ ഘട്ടത്തിൽ ദ സെൽസ് ആർ മെറ്റബോളിക്കലി ആക്റ്റീവ്. സെല്ലുകൾ മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, മൈറ്റോസിസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 4 സ്റ്റേജസ്. മൈറ്റോസിസ് 4 ഘട്ടങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു. പ്രൊഫേസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മൈറ്റോസിസ്. മൈറ്റോസിലെ ആദ്യത്തെ ഘട്ടമാണ് പ്രൊഫേസ് ആൻഡ് ഡേഷ് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ്. ഡാഷ് ആകുന്നു രണ്ടാമത്തെ ഘട്ടം. സെക്കൻഡ് സ്റ്റേജ് ഏതാണ്? മെറ്റാഫേസ്. സോ ആൻസർ മെറ്റാഫേസ്. ദ ഡയഗ്രാം ഷോൺ ബിലോ റെപ്രസെൻറ്റ്സ് എ സ്റ്റേജ് ഇൻ മൈറ്റോസിസ്. താഴെ തന്നിരിക്കുന്ന ഡയഗ്രാം മൈറ്റോസിലെ ഒരു ഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. എ ലാബൽ ദ പാർട്സ് എ ആൻഡ് ബി. എ ബി എന്നീ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. എ എന്ന് പറയുന്നത് സ്പിൻഡിൽ ഫൈബേഴ്സ് ആണ്, ബി എന്ന് പറയുന്നത് ക്രോമസോംസ് ആണ്. ബി, ഐഡന്റിഫൈ ദ സ്റ്റേജ്. ഈ ഘട്ടം ഏതെന്ന് കണ്ടെത്തുക. ക്രോമസോംസ് നടുവിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഘട്ടം മെറ്റാഫേസ് ആയിരിക്കും. മെൻഷൻ എനി 2 ഇവൻറ്റ്സ് ഒക്കർ ഇൻ ദിസ് സ്റ്റേജ്. ഈ ഘട്ടത്തിൽ നടക്കുന്ന ഏതെങ്കിലും 2 ഇവൻറ്റ്സ് എഴുതുക, സൂചിപ്പിക്കുക. ഒന്നെന്താണ്? ക്രോമസോംസ് ആർ സീൻ ഓൺ ദി സെൻറ്റർ ഓഫ് ദി സെൽ. സെല്ലിൻ്റെ സെൻറ്ററിലായിട്ടാണ് അല്ലെങ്കിൽ ഇക്വേറ്ററിലായിട്ടാണ് ക്രോമസോംസ് ക്രമീകരിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, സ്പിൻഡിൽ ഫൈബേഴ്സ് ക്രോമസോംസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു 2 പോളിലൊന്നും. സ്പിൻഡിൽ ഫൈബേഴ്സ് ആർ അറ്റാച്ച്ഡ് ടു ക്രോമസോംസ് ഫ്രം 2 ഓപ്പോസിറ്റ് പോൾസ്. എ ക്വസ്റ്റ്യൻ, ലാബൽ ദ പാർട്സ് എ ആൻഡ് ബി. എ ബി എന്നീ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ എ സ്പിൻഡിൽ ഫൈബേഴ്സ്, ബി ക്രോമസോംസ്. ഐഡന്റിഫൈ ദ സ്റ്റേജ്. ഈ ഘട്ടം ഏതാണെന്ന് കണ്ടെത്തുക. ഘട്ടം മെറ്റാഫേസ്. മെൻഷൻ എനി 2 ഇവൻറ്റ്സ് ഒക്കർ ഇൻ ദിസ് സ്റ്റേജ്. ഈ സ്റ്റേജിൽ നടക്കുന്ന ഏതെങ്കിലും 2 ഇവൻറ്റ്സ് മെൻഷൻ ചെയ്യാം. ഏതൊക്കെയാണ് 2 ഇവൻറ്റ്സ്? ക്രോമസോംസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദ ഇക്വേറ്റർ ഓഫ് ദ സെൽ. സെല്ലിൻ്റെ മധ്യഭാഗത്തായിട്ട് നടുഭാഗത്തായിട്ട് ക്രോമസോംസ് ക്രമീകരിച്ചിരിക്കുന്നു. സ്പിൻഡിൽ ഫൈബേഴ്സ് അറൈസ് ഫ്രം പോൾസ് ആൻഡ് അറ്റാച്ച്ഡ് ടു ദ ക്രോമസോംസ്. ധ്രുവങ്ങളിൽ നിന്നും സ്പിൻഡിൽ ഫൈബേഴ്സ് ആവിർഭവിക്കുന്നു, അങ്ങനെ ക്രോമസോമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ ഈസ് ദ മെറ്റാഫേസ് ഓഫ് മൈറ്റോസിസ്. മൈറ്റോസിൻ്റെ മെറ്റാഫേസ് ആണ് താഴെ തന്നിരിക്കുന്നത്. അനലൈസ് ദ ഡയഗ്രാം ആൻഡ് ഡ്രോ എ സ്കെച്ച് ഓഫ് അനാഫേസ്. ഈ ചിത്രം പരിശോധിച്ചുകൊണ്ട് അനാഫേസിൻ്റെ ഒരു ഡയഗ്രാം വരയ്ക്കുക. റൈറ്റ് എനി 2 ഇവൻറ്റ്സ് ഓഫ് അനാഫേസ്. അനാഫേസിലെ ഏതെങ്കിലും 2 ഇവൻറ്റ്സ് എഴുതും ചെയ്യാം. അപ്പോൾ ഇത് മെറ്റാഫേസിൻ്റെ ഡയഗ്രമാണ്. അനാഫേസ് ആണെങ്കിൽ ക്രോമസോംസ് സ്പ്ലിറ്റ് ചെയ്യുന്നു, വിഭജിക്കുന്നു, അങ്ങനെ ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പകുതി ക്രോമസോംസ് ഇവിടെ കാണിക്കണം. ഓരോ ക്രോമസോമിൻ്റെയും ഹാഫ് ഇവിടെയും കാണിക്കണം, ഈ ഭാഗത്തായിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കാണിക്കണം. ഇനി ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട 2 ഇവൻറ്റുകൾ എന്തൊക്കെയാണെന്ന്. ഒന്ന്, ക്രോമസോം സ്പ്ലിറ്റ് അറ്റ് ദ സെൻട്രോമിയർ. ഓരോ ക്രോമസോംസും ഈ സെൻട്രോമിയറിൻ്റെ ഭാഗത്ത് സ്പ്ലിറ്റ് ചെയ്യുന്നു, വിഭജിക്കുന്നു. രണ്ടാമത്തെ ഇവൻ്റ് എന്ന് പറയുന്നത് ദേ മൂവ് ടുവാർഡ്സ് ദി ഓപ്പോസിറ്റ് പോൾസ്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ധ്രുവങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പം എന്തൊക്കെ സംഭവിക്കുന്നു? സെൻട്രോമിയർ സ്പ്ലിറ്റ് ആൻഡ് ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ്. സെൻട്രോമിയർ വിഭജിക്കുന്നു, ക്രൊമാറ്റിഡ്സ് വേർതിരിയുന്നു. ക്രൊമാറ്റിഡ്സ് മൂവ് ടു ഓപ്പോസിറ്റ് പോൾസ്. ക്രൊമാറ്റിഡ്സ് ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു ഡയഗ്രാം വരയ്ക്കുക. ക്രോമസോം സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഡയഗ്രാംസ്. താഴെ തന്നിരിക്കുന്ന ഡയഗ്രാംസ് നിരീക്ഷിക്കുക. ഐഡന്റിഫൈ ദ എ ആൻഡ് ബി സ്റ്റേജസ് ഓഫ് മൈറ്റോസിസ്. മൈറ്റോസിൻ്റെ എ ബി ഘട്ടങ്ങൾ കണ്ടെത്തുക. റൈറ്റ് എനി 2 ഐഡന്റിഫൈങ് ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് സ്റ്റേജസ്. ഓരോ സ്റ്റേജുകളുടെയും ഏതെങ്കിലും 2 ഐഡന്റിഫൈങ് ഫീച്ചേഴ്സ് എഴുതാൻ. അപ്പോൾ എ എന്ന് പറയുന്ന ഘട്ടം ക്രോമസോംസ് നടുവിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന സ്റ്റേജ് മെറ്റാഫേസ് ആയിരിക്കും. ബി എന്ന് പറയുന്നത് ക്രോമസോംസ് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് 2 ഓപ്പോസിറ്റ് പോളിലായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് ഇത് അനാഫേസ് ആയിരിക്കും.
ഇവയുടെ ഫീച്ചേഴ്സ് ഇപ്പം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മെറ്റാഫേസിലാണെങ്കിൽ ക്രോമസോംസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി സെൽ. സ്പിൻഡിൽ ഫൈബേഴ്സ് ആർ അറ്റാച്ച്ഡ് ടു ദി ക്രോമസോംസ് ഫ്രം ടു ഓപ്പോസിറ്റ് പോൾസ്. അനാഫേസ് ആണെങ്കിൽ ക്രോമസോം സ്പ്ലിറ്റ്സ് അറ്റ് ദ സെൻട്രോമിയർ ആൻഡ് ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ്. മറ്റൊരു ഫീച്ചർ, ക്രോമാറ്റിഡ്സ് മൂവ് ടുവാർഡ്സ് ദി ഓപ്പോസിറ്റ് പോൾ. A metaphase, chromosomes are arranged at the equator of the cell. Two spindle fibers are attached to kinetochore of chromosome. B anaphase, centromere split and chromatids separate. 2. Movement of daughter chromosomes towards the opposite poles of the cell. Next question, observe the following phases of nuclear division during mitosis and answer the following questions. മൈറ്റോസിസിലെ ന്യൂക്ലിയർ ഡിവിഷനിലെ താഴെ തന്നിരിക്കുന്ന ഘട്ടങ്ങൾ നിരീക്ഷിക്കുക. തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം. ഡയഗ്രാം എ മെറ്റാഫേസ് ആണ്, കുറേ പ്രാവശ്യം കണ്ടതാണ്. ഡയഗ്രാം ബി, ഇവിടെ ഒരു സെല്ലിനുള്ളിൽ തന്നെ 2 ന്യൂക്ലിയസുകൾ കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ ഘട്ടം ടീലോഫേസ് ആയിരിക്കും. ക്വസ്റ്റ്യൻ എ, നെയിം ദ 2 phases ഓഫ് എ ആൻഡ് ബി. എ ബി എന്നീ ഘട്ടങ്ങളുടെ പേരെഴുതാം. എ എന്ന് പറയുന്നത് മെറ്റാഫേസ്, ബി എന്ന് പറയുന്നത് ടീലോഫേസ്. വാട്ട് ആർ ദ മെയിൻ ഇവന്റ്സ് ഒക്കറിംഗ് ഇൻ ദീസ് 2 stages? ഈ 2 ഘട്ടങ്ങളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്? മെറ്റാഫേസിലെ ഇവന്റ്സ് കുറേ പ്രാവശ്യം പറഞ്ഞു, ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അനാഫേസിലാണെങ്കിലോ ന്യൂക്ലിയർ മെംബ്രെയിൻ റീഅപ്പിയർ സറൗണ്ടിങ് ദി ക്രോമസോം ക്ലസ്റ്റേഴ്സ്. ക്രോമസോം കൂട്ടങ്ങൾക്ക് ചുറ്റുമായിട്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രത്യക്ഷപ്പെടുന്നു. ന്യൂക്ലിയോളസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി ബോഡീസ് എക്സെട്ര റീഅപ്പിയർ. അതുപോലെ തന്നെ മറ്റൊന്ന് ക്രോമസോം ഡീകണ്ടൻസ്. ക്രോമസോംസ് ഡീകണ്ടൻസ് ചെയ്യുന്നു ആൻഡ് ലോസ് ദെയർ ഇൻഡിവിജ്വാലിറ്റി. ക്രോമസോംസ് അതിൻ്റെ വണ്ണം കുറയുന്നു, അങ്ങനെ അവയുടെ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടുന്നു. കുറേ കഴിഞ്ഞ് അത് ക്രോമാറ്റിനായിട്ട് മാറും. ആൻസർ എ എന്ന് പറയുന്ന മെറ്റാഫേസ്, ബി ടീലോഫേസ്. ഇൻ മെറ്റാഫേസ് ക്രോമസോംസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദ ഇക്വേറ്റർ ഓഫ് ദ സെൽ. മെറ്റാഫേസിലെ ക്രോമസോംസ് സെല്ലിൻ്റെ ഇക്വേറ്ററിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. സ്പിൻഡിൽ ഫൈബേഴ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ കൈനറ്റോകോർ ഓഫ് ദി ക്രോമസോംസ്. സ്പിൻഡിൽ ഫൈബേഴ്സ് ക്രോമസോംസിൻ്റെ കൈനറ്റോകോറുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇൻ ടീലോഫേസ് ക്രോമസോംസ് ക്ലസ്റ്റർ അറ്റ് ഓപ്പോസിറ്റ് പോൾസ്. ടീലോഫേസിൽ ക്രോമസോംസ് വിപരീത ധ്രുവങ്ങളിൽ ക്ലസ്റ്റർ ചെയ്യുന്നു, കൂട്ടമായിട്ട് നിൽക്കുന്നു. ആൻഡ് ഡീകണ്ടൻസ്, അവയുടെ വണ്ണം കുറയുന്നു. ആൻഡ് ലോസ് ദെയർ ഇൻഡിവിജ്വാലിറ്റി, അവയുടെ ഇൻഡിവിജ്വാലിറ്റി വ്യക്തിത്വം നഷ്ടപ്പെടുന്നു. ന്യൂക്ലിയർ എൻവലപ്പ് ഡെവലപ്സ് അറൌണ്ട് ദി ക്രോമസോം ക്ലസ്റ്റേഴ്സ് അറ്റ് ഈച്ച് പോൾ ഫോമിംഗ് 2 daughter ന്യൂക്ലിയൈ. ഓരോ ക്രോമസോമുകളുടെ കൂട്ടങ്ങൾക്ക് ചുറ്റുമായി ന്യൂക്ലിയർ എൻവലപ്പ് അല്ലെങ്കിൽ മർമ്മസ്തരം ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ 2 ഡോട്ടർ ന്യൂക്ലിയസുകൾ ഫോം ചെയ്യുന്നു. ന്യൂക്ലിയോളസ്, ഗോൾജി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റീഫോം. ന്യൂക്ലിയോളസ്, ഗോൾജി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നിവ വീണ്ടും രൂപീകരിക്കപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഗിവൺ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. തന്നിരിക്കുന്ന ബന്ധം നിരീക്ഷിക്കുക, വിട്ട ഭാഗം പൂരിപ്പിക്കുക. മിയോസിസ്, റിഡക്ഷൻ, ഡിവിഷൻ. മൈറ്റോസിസ് ഡാഷ്. ഇപ്പോൾ ബന്ധം എന്താണ്? മിയോസിസിന് റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ മൈറ്റോസിസിന് എന്ത് പറയും? ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറയും. സോ ആൻസർ ഇക്വേഷണൽ ഡിവിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സെൽ വിത്ത് എ ക്രോമസോം നമ്പർ 42 undergoes mitosis and another cell with 42 chromosome undergo meiosis. ക്രോമസോം നമ്പർ 42 ആയിട്ടുള്ള ഒരു സെല്ല് മൈറ്റോസിസിന് വിധേയമാകുന്നു. ക്രോമസോം നമ്പർ 42 ആയ മറ്റൊരു സെല്ല് മിയോസിസിന് വിധേയമാകുന്നു. ഗീവ് ദ ക്രോമസോം നമ്പർ ഓഫ് ഡോട്ടർ സെൽസ് ആഫ്റ്റർ മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. മൈറ്റോസിസിനും മിയോസിസിനും ശേഷം ഡോട്ടർ സെല്ലിലുള്ള ക്രോമസോം നമ്പർ നൽകുക. ഗീവ് റീസൺ ഫോർ യുവർ ആൻസർ. നിങ്ങളുടെ ആൻസറിന് കാരണം നൽകുക. അപ്പോൾ മൈറ്റോസിലാണെങ്കിൽ ഡോട്ടർ സെൽസിൽ ക്രോമസോം നമ്പർ സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈറ്റോസിസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഡോട്ടർ സെൽസിൽ 42 ക്രോമസോം നമ്പർ തന്നെ ആയിരിക്കും. അതേസമയം മിയോസിസിലാണെങ്കിലോ ക്രോമസോം നമ്പർ പകുതിയായിട്ട് കുറയും. അപ്പോൾ 42ൻ്റെ പകുതി ഉണ്ടാവുള്ളൂ, അതായത് 21 ക്രോമസോമേ ഉണ്ടാവുള്ളൂ.
ഇനി ഇത്തരത്തിലുള്ള ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ ക്രോമസോം നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിനനുസരിച്ചാണ് ആൻസർ ചെയ്യേണ്ടത്. ഈ ഒരു വർഷം കുട്ടികളൊക്കെ പലപ്പോഴും ആൻസർ ചെയ്തത് മനുഷ്യൻ്റെ ക്രോമസോം നമ്പർ 46 ആണല്ലോ, അത് മനസ്സിൽ വെച്ചുകൊണ്ട് മിയോസിസിലൂടെ ഉണ്ടാകുന്ന ഡോട്ടർ സെല്ലിൽ 23 ക്രോമസോംസ് എന്നാണ് പല കുട്ടികളും എഴുതിയത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആൻസർ തെറ്റായിരിക്കും. 42ൻ്റെ പകുതി 21 ആണ്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക. മൈറ്റോസിസ് റിസൾട്ട്സ് 2 ഡോട്ടർ സെൽസ് ഹാവിംഗ് 42 ക്രോമസോംസ് ഈച്ച്. മൈറ്റോസിൻ്റെ ഫലമായിട്ട് 2 ഡോട്ടർ സെൽസ് ഉണ്ടാകുന്നു, അവയ്ക്ക് ഓരോന്നിനും 42 ക്രോമസോം തന്നെ ആയിരിക്കും. ഇറ്റ് ഈസ് ഇക്വേഷണൽ ഡിവിഷൻ. കാരണം എന്താണ്? അത് ഇക്വേഷണൽ ഡിവിഷൻ ആണ്, ക്രമഭംഗമാണ്. മിയോസിസ് റിസൾട്ട്സ് 4 ഡോട്ടർ സെൽസ് ഹാവിംഗ് 21 ക്രോമസോംസ് ഈച്ച്. മിയോസിസിൻ്റെ ഫലമായിട്ട് 4 ഡോട്ടർ സെൽസ് ഉണ്ടാവുന്നു, ഓരോന്നിനും 21 ക്രോമസോംസ് വീതമാണ് ഉണ്ടാവുക. കാരണം എന്താണ്? ഇറ്റ് ഈസ് ദ റിഡക്ഷണൽ ഡിവിഷൻ, അത് റിഡക്ഷണൽ ഡിവിഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം ഓഫ് സെൽ ഡിവിഷൻ. തന്നിരിക്കുന്ന സെൽ ഡിവിഷൻ്റെ ഡയഗ്രാം നിരീക്ഷിക്കുക. ഡയഗ്രാം കുറേ പ്രാവശ്യം കണ്ടതാണ്. മൈറ്റോസിസിൻ്റെ മെറ്റാഫേസ് സ്റ്റേജ് ആണ്. ഐഡൻറ്റിഫൈ ദ സ്റ്റേജ്. മെറ്റാഫേസ് ആണ് സ്റ്റേജ്. ലാബൽ ദ പാർട്സ് എ ബി എന്ന് പറയുന്ന എ സ്പിൻഡിൽ ഫൈബേഴ്സ്, ബി ക്രോമസോംസ്. മെൻഷൻ എനി വൺ പെക്യുലിയാരിറ്റി ഓഫ് ദി പാക്കറ്റിൻ സ്റ്റേജ് ഓഫ് മിയോസിസ്. മിയോസിസിൻ്റെ പാക്കറ്റിൻ സ്റ്റേജിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേകത എഴുതാം. എന്താ പ്രത്യേകത? പാക്കറ്റിൻ സ്റ്റേജിലാണ് ക്രോസിംഗ് ഓവർ സംഭവിക്കുന്നത്. സോ ആൻസർ, ഐഡൻറ്റിഫൈ ദ സ്റ്റേജ് മെറ്റാഫേസ്. പാർട്സ് എ സ്പിൻഡിൽ ഫൈബർ, ബി സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അല്ലെങ്കിൽ ക്രോമസോംസ്. മെൻഷൻ എനി വൺ പെക്യുലിയാരിറ്റി ഓഫ് ദി പാക്കറ്റിൻ സ്റ്റേജ് ഓഫ് മിയോസിസ്. മിയോസിസിൻ്റെ പാക്കറ്റിൻ സ്റ്റേജിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേകത എഴുതാൻ. ക്രോസിംഗ് ഓവർ occurs between chromatids of homologous chromosomes. ഹോമോലോഗസ് ക്രോമസോംസിൻ്റെ ക്രൊമാറ്റിഡുകൾ തമ്മിൽ ക്രോസിംഗ് ഓവർ സംഭവിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊഫേസ് 1 ഓഫ് മിയോസിസ് 1 ഈസ് സബ് ഡിവൈഡഡ് ഇൻറ്റു 5 phases. മിയോസിസിൻ്റെ പ്രൊഫേസ് 1 5 ഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ദ സബ് ഫേസസ് ആൻഡ് ദ ക്രോമസോം ബിഹേവിയർ ഓഫ് ദി പ്രൊഫേസ് 1 ആർ ലിസ്റ്റഡ് ബിലോ. പ്രൊഫേസ് 1ൻ്റെ സബ് ഫേസുകളും അവയുടെ ക്രോമസോം ബിഹേവിയറും താഴെ തന്നിരിക്കുന്നു. അറേഞ്ച് ദം ഇൻ പ്രോപ്പർ ഓർഡർ. അവയെ ശരിയായ ക്രമത്തിൽ ക്രമീകരിക്കുക. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ സബ് ഫേസുകൾ തന്നിരിക്കുന്നു, രണ്ടാമത്തെ കോളത്തിൽ ക്രോമസോം ബിഹേവിയർ തന്നിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ലെപ്റ്റോട്ടീനാണ് വരിക. അപ്പോൾ ആദ്യമായിട്ട് ലെപ്റ്റോട്ടീനാണ് എഴുതേണ്ടത്. ലെപ്റ്റോട്ടീൻ്റെ പ്രത്യേകത എന്താണ്? ക്രോമസോംസ് ബിക്കം ഗ്രാജുവലി വിസിബിൾ അണ്ടർ ലൈറ്റ് മൈക്രോസ്കോപ്പ്. ക്രോമസോം ക്രമേണ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ വിസിബിൾ ആവും. രണ്ടാമത്തെ ഘട്ടം സൈഗോട്ടീനാണ്. സൈഗോട്ടിൻ്റെ പ്രത്യേകത എന്താണ്? ക്രോമസോം സ്റ്റാർട്ട് പെയറിംഗ്. ക്രോമസോം ജോഡി ചേർന്ന് നിൽക്കുന്നു. മൂന്നാമത്തെ ഘട്ടം നമുക്കറിയാം പാക്കറ്റീനാണ്. പാക്കറ്റീൻ സ്റ്റേജിലാണെങ്കിൽ ക്രോസിംഗ് ഓവർ നടക്കും. ബൈവാലന്റ് ബിക്കംസ് ടെട്രാവാലൻസ് ആൻഡ് ക്രോസ് ഓവർ ഒക്കേഴ്സ് ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. ബൈവാലന്റ് ക്രോമസോമുകൾ ടെട്രാവാലൻസ് ആവുന്നു, നോൺ സിസ്റ്റർ ക്രോമാറ്റിഡുകൾ തമ്മിൽ ക്രോസിംഗ് ഓവർ സംഭവിക്കുന്നു. ദെൻ ഫോർത്ത് സ്റ്റേജ് ഡിപ്ലോട്ടീൻ സ്റ്റേജ് ആണ്. കയാസ്മേറ്റ വിസിബിൾ ആവുന്ന ഘട്ടമാണ്. റീകമ്പൈൻഡ് ഹോമലോഗസ് ക്രോമസോം സെപ്പറേറ്റ് ഫ്രം ഈച്ച് അതർ എക്സെപ്റ്റ് കയാസ്മ. റീകോമ്പിനേഷൻ അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ സംഭവിച്ച ഹോമലോഗസ് ക്രോമസോമുകൾ വേർതിരിയുന്നു, കയാസ്മേറ്റയിൽ ഒഴികെ. ദ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡയകൈനസിസ് ആണ്. ഇവിടെ കയാസ്മേറ്റയുടെ ടെർമിനലൈസേഷൻ നടക്കുന്നു. ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ. സോ ലെപ്റ്റോട്ടീൻ, chromosomes become gradually visible under the light microscope. Zygote, chromosomes start pairing. Packetine, bivalent becomes tetravalent and crossover occurs between non-sister chromatids. Diplotin, recombined homologous chromosomes separate from each other except chiasma. Diakinesis, terminalization of chiasmata. Next question, identify the substages of meiosis in which crossing over is occurring. ക്രോസിംഗ് ഓവർ സംഭവിക്കുന്ന മിയോസിസിൻ്റെ ഉപഘട്ടം ഏതെന്ന് കണ്ടെത്തുക.
ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ. ക്രോസിംഗ് ഓവർ സംഭവിക്കുന്നത് പാക്കിറ്റീനിലാണ്. സോ ആൻസർ പാക്കിറ്റീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെൻഷൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവറിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുക. ക്രോസിംഗ് ഓവറിന്റെ പ്രാധാന്യം എന്താണ്? ഇവിടെ ക്രോമസോം സെഗ്മെന്റ്സ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ജീനുകളാണ് യഥാർത്ഥത്തിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഇത് ജനറ്റിക് വേരിയേഷന് കാരണമാവും, പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ടാകുന്നതിന് കാരണമാവും, ഇത് ജനിതക വ്യതിയാനങ്ങൾക്ക് കാരണമാവും, ഇത് എവല്യൂഷന് വരെ കാരണമാവും. സോ ആൻസർ, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ജീൻസ് ആൻഡ് പ്രൊമോട്ട് ജനറ്റിക് വേരിയേഷൻ. അത് ജീനുകളുടെ എക്സ്ചേഞ്ചിന്, കൈമാറ്റത്തിന് സഹായിക്കുന്നു, ജനിതക വ്യതിയാനങ്ങൾക്ക് കാരണമാവുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊഫൈസ് ഓഫ് ദി ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ ഈസ് ടിപ്പിക്കലി ലോങ്ങർ ആൻഡ് കോംപ്ലെക്സ്. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ്റെ പ്രൊഫൈസ് എന്ന് പറയുന്നത് വളരെ ലോങ്ങർ ആണ്, ദൈർഘ്യമേറിയതാണ്, കോംപ്ലെക്സ് ആണ്. ഇറ്റ് ഹാസ് ബീൻ ഫർദർ സബ് ഡിവൈഡഡ് ഇൻ ടു 5 phases. അത് വീണ്ടും 5 സബ് ഫേസുകളായി തിരിച്ചിരിക്കുന്നു. ദ മേജർ ഇവൻറ്റ്സ് ഓഫ് ദീസ് സബ് സ്റ്റേജസ് ആർ ഗിവൺ ബിലോ. ഈ സബ് സ്റ്റേജുകളിലെ പ്രധാനപ്പെട്ട ഇവന്റുകൾ താഴെ തന്നിരിക്കുന്നു. എ പെയറിംഗ് ഓഫ് ഹോമലോഗസ് ക്രോമസോംസ്. ഹോമലോഗസ് ക്രോമസോംസ് ജോഡി ചേർന്ന് നിൽക്കുന്നു. ബി ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ. കയാസ്മേറ്റയുടെ ടെർമിനലൈസേഷൻ. സി ഒക്കേഴ്സ് ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവർ സംഭവിക്കുന്നു. ഡി ക്രോമസോംസ് ആർ വിസിബിൾ അണ്ടർ എ ലൈറ്റ് മൈക്രോസ്കോപ്പ്. ക്രോമസോമുകൾ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ വ്യക്തമാകുന്നു, ദൃശ്യമാകുന്നു. ഫോർമേഷൻ ഓഫ് കയാസ്മേറ്റ. കയാസ്മേറ്റയുടെ രൂപീകരണം. ക്വസ്റ്റ്യൻ 1, ഐഡന്റിഫൈ ദ സ്റ്റേജസ് എ ബി സി ഡി ഇ. എ ബി സി ഡി ഇ എന്നീ ഘട്ടങ്ങൾ കണ്ടെത്തുക. എ എന്താണ്? പെയറിംഗ് ഓഫ് ഹോമലോഗസ് ക്രോമസോംസ്. ഹോമലോഗസ് ക്രോമസോംസ് ജോഡി ചേർന്ന് നിൽക്കുന്ന ഘട്ടം സൈഗോട്ടീൻ. ബി ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ. കയാസ്മേറ്റയുടെ ടെർമിനലൈസേഷൻ നടക്കുന്നത് ഡയാകൈനസിസിലും. സി ഒക്കേഴ്സ് ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവർ സംഭവിക്കുന്നത് പാക്കിറ്റീനിലും. ഡി ക്രോമസോംസ് ആർ വിസിബിൾ അണ്ടർ എ ലൈറ്റ് മൈക്രോസ്കോപ്പ്. ക്രോമസോമുകൾ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ ദൃശ്യമാവാൻ തുടങ്ങുന്നത് ലെപ്റ്റോട്ടീൻ സ്റ്റേജിൽ. ഫോർമേഷൻ ഓഫ് കയാസ്മേറ്റ. കയാസ്മേറ്റയുടെ രൂപീകരണം സംഭവിക്കുന്നത് ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ. അറേഞ്ച് ദീസ് സ്റ്റേജസ് ഇൻ കറക്റ്റ് ഓർഡർ ഓഫ് ഒക്കറൻസ്. ഈ ഘട്ടങ്ങൾ അവയുടെ ശരിയായ ക്രമത്തിൽ ക്രമീകരിക്കുക. ആദ്യം സംഭവിക്കുന്നത് എന്താണ്? ക്രോമസോംസ് ആർ വിസിബിൾ അണ്ടർ എ ലൈറ്റ് മൈക്രോസ്കോപ്പ്, അതായത് ലെപ്റ്റോട്ടീൻ സ്റ്റേജ്. ദെൻ പെയറിംഗ് ഓഫ് ഹോമലോഗസ് ക്രോമസോംസ്, അതായത് സൈഗോട്ടീൻ സ്റ്റേജ്. ദെൻ ഒക്കേഴ്സ് ക്രോസിംഗ് ഓവർ, അതായത് പാക്കറ്റീൻ സ്റ്റേജ്. ദെൻ ഫോർമേഷൻ ഓഫ് കയാസ്മേറ്റ, അതായത് ഡിപ്ലോട്ടീൻ സ്റ്റേജ്. ദെൻ ലാസ്റ്റ് വൺ ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ, അതായത് ഡയാകൈനസിസ്. സോ എ എന്ന് പറയുന്നത് സൈഗോട്ടീൻ, ബി ഡയാകൈനസിസ്, സി പാക്കറ്റീൻ, ഡി ലെപ്റ്റോട്ടീൻ, ഇ ഡിപ്ലോട്ടീൻ. അതിൻ്റെ ഓർഡർ ഡി എ സി ഇ ബി എന്നീ ഓർഡറിലാണ് സംഭവിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ 5 സബ് സ്റ്റേജസ് ഇൻ പ്രൊഫേസ് 1 ഓഫ് മിയോസിസ്. മിയോസിസിലെ പ്രൊഫേസ് 1ലുള്ള 5 സബ് സ്റ്റേജുകൾ എഴുതാൻ. ഏതൊക്കെയാണ് 5 സ്റ്റേജുകൾ? ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്. പോയിന്റ് ഔട്ട് ഇൻ വിച്ച് സബ് സ്റ്റേജ് ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ്. ക്രോസിംഗ് ഓവർ ഏത് ഉപഘട്ടത്തിലാണ് സംഭവിക്കുന്നതെന്ന് സൂചിപ്പിക്കുക. ഏതിലാണ് നടക്കുന്നത്? പാക്കറ്റീൻ സ്റ്റേജിലാണ് നടക്കുന്നത്. സോ ആൻസർ ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനസിസ്. ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ് ഇൻ പാക്കറ്റീൻ സ്റ്റേജ്. പാക്കറ്റീൻ സ്റ്റേജിൽ ക്രോസിംഗ് ഓവേഴ്സ് സംഭവിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സബ് സ്റ്റേജസ് ഓഫ് പ്രൊഫേസ് 1 ഓഫ് മിയോസിസ് ഇൻ വിച്ച് ദ ഫോളോയിങ് ഇവന്റ്സ് ടേക്സ് പ്ലേസ്. തുടർന്ന് വരുന്ന സംഭവങ്ങൾ നടക്കുന്ന മിയോസിസിന്റെ പ്രൊഫേസ് 1ലെ ഉപഘട്ടം ഏതെന്ന് കണ്ടെത്തുക. എ ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ്. സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഡിസോൾവ് ചെയ്യുന്നു. ഏത് ഘട്ടത്തിലാണ്? ഡിപ്ലോട്ടീൻ സ്റ്റേജിലാണ്. അങ്ങനെ ക്രോമസോംസ് വേർതിരിയും, കയാസ്മേറ്റയിൽ ഒഴികെ. ബി ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവർ സംഭവിക്കുന്ന ഏത് ഘട്ടത്തിലാണ്? പാക്കറ്റീൻ സ്റ്റേജിലാണ്. പെയറിംഗ് ഓഫ് ഹോമലോഗസ് ക്രോമസോംസ്. ഹോമലോഗസ് ക്രോമസോംസ് ജോഡി ചേർന്ന് നിൽക്കുന്നത് സൈഗോട്ടീൻ സ്റ്റേജിലാണ്. ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ. കയാസ്മേറ്റയുടെ ടെർമിനലൈസേഷൻ നടക്കുന്നത് ഡയാകൈനസിസിൽ. സോ ആൻസർ എ ഡിപ്ലോട്ടീൻ,
B. Pachytene, C. Zygotine, D. Diakinesis. Next question. Column A represent chromosomal behavior during different substages of prophase 1 of meiosis 1. Meiosis 1-ന്റെ prophase 1-ന്റെ വിവിധ ഉപഘട്ടങ്ങളിൽ നടക്കുന്ന ക്രോമസോമുകളുടെ ബിഹേവിയർ ആണ് കോളം എയിൽ കാണുന്നത്. Fill in the blanks in column B. കോളം ബിയിൽ വിട്ട ഭാഗം പൂരിപ്പിക്കുക. അപ്പോൾ എയിൽ ക്രോമസോം ബിഹേവിയർ എന്നിരിക്കുന്നു, ബിയിൽ സബ്സ്റ്റേജുകൾ എന്നിരിക്കുന്നു. എ ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ്. ക്രോസിംഗ് ഓവർ സംഭവിക്കുന്നത് പാക്കറ്റിൻ സ്റ്റേജിൽ. ഫോർമേഷൻ ഓഫ് കയാസ്മാറ്റ. കയാസ്മാറ്റ ഫോം ചെയ്യുന്നത് ഡിപ്ലോട്ടിൻ സ്റ്റേജിൽ. പെയറിംഗ് ഓഫ് ഹോമലോഗസ് ക്രോമസോംസ്. ഹോമലോഗസ് ക്രോമസോംസ് ജോഡി ചേർന്നിരിക്കുന്നത് സൈഗോട്ടിൻ സ്റ്റേജിൽ. ക്രോമസോംസ് വിസിബിൾ അണ്ടർ ലൈറ്റ് മൈക്രോസ്കോപ്പ്. ക്രോമസോംസ് ലൈറ്റ് മൈക്രോസ്കോപ്പിൽ ദൃശ്യമാകുന്നു. ലെപ്റ്റോട്ടിൻ അതിവിടെ തന്നിട്ടുണ്ട്. ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മാറ്റ. കയാസ്മാറ്റയുടെ ടെർമിനലൈസേഷൻ സംഭവിക്കുന്നത് ഡയാകൈനസിസിൽ. സോ ആൻസർ 1 പാക്കിറ്റീൻ, 2 ഡിപ്ലോട്ടിൻ, 3 സൈഗോട്ടിൻ ആൻഡ് 5 ഡയാകൈനസിസ്. 4 അവിടെ തന്നിട്ടുണ്ട് ലെപ്റ്റോട്ടിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The stage between meiosis 1 and meiosis 2 is called dash. meiosis 1-നും meiosis 2-നും ഇടയ്ക്കുള്ള ഘട്ടത്തെ എന്ത് വിളിക്കും? ഡയാകൈനസിസ്, ഇന്റർകൈനസിസ്, പാക്കിറ്റീൻ, ഡിപ്ലോട്ടിൻ. meiosis 1-നും 2-നും ഇടയ്ക്ക് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ഇന്റർവെൽ ഉണ്ടായിരിക്കും. ഇതിനെ ഇന്റർകൈനസിസ് എന്നാണ് പറയാം. സോ ആൻസർ ബി, ഇന്റർകൈനസിസ്. A diagram showing prophase 1 stage of a meiosis is given below. മിയോസിസിൻ്റെ പ്രൊഫേസ് 1 കാണിക്കുന്ന ഒരു ഡയഗ്രാം താഴെ തന്നിരിക്കുന്നു. ഡ്രോ സിമിലർ ഡയഗ്രാംസ് ടു ഇല്ലുസ്ട്രേറ്റ് ദ ഫോളോയിങ് സ്റ്റേജസ്. തുടർന്ന് വരുന്ന ഘട്ടങ്ങൾ വ്യക്തമാക്കാൻ അതുപോലെയുള്ള ഡയഗ്രാംസ് വരയ്ക്കാം. അപ്പോൾ പ്രൊഫേസ് 1-ൻ്റെ ഒരു ഡയഗ്രാം തന്നിരിക്കുന്നു. മെറ്റാഫേസ് 1-ൻ്റെയും ടീലോഫേസ് 1-ൻ്റെയും അനാഫേസ് 2-ൻ്റെയും ഡയഗ്രാമാണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മെറ്റാഫേസ് 1-ലാണെങ്കിൽ ക്രോമസോംസ് നടുവിലായിട്ട് ക്രമീകരിക്കണം. ഇവിടെ 4 ക്രോമസോമുകളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 4 ക്രോമസോമുകളും സെല്ലിൻ്റെ നടുവിലായിട്ട് ക്രമീകരിക്കണം. ടീലോഫേസ് 1 ആണെങ്കിലോ ഒരു സെല്ലിൽ തന്നെ 2 ന്യൂക്ലിയസ് വരയ്ക്കണം. ഓരോ ന്യൂക്ലിയസിലും 2 ക്രോമസോം വീതമേ പാടുള്ളൂ. കാരണം ക്രോമസോം നമ്പർ പകുതിയായിട്ട് കുറയും. അനാഫേസ് 2-ലാണെങ്കിലോ ക്രോമസോംസ് സ്പ്ലിറ്റ് ചെയ്യുന്നു. അവിടെ അനാഫേസ് 2-ലാണെങ്കിൽ അങ്ങനെ ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണിക്കണം. അപ്പോൾ മെറ്റാഫേസ് 1-ലാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കുന്നു. 4 ക്രോമസോമുകൾ സെല്ലിൻ്റെ നടുവിലായിട്ട് വരയ്ക്കുന്നു. സ്പിൻഡിൽ ഫൈബേഴ്സ് അവയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതും വരയ്ക്കണം. ടീലോഫേസ് 1-ലാണെങ്കിൽ 2 ന്യൂക്ലിയസുകൾ ഒരു സെല്ലിനുള്ളിൽ വരയ്ക്കുക. ഓരോ ന്യൂക്ലിയസിനുള്ളിലും 2 ക്രോമസോം വീതം വരയ്ക്കുക. അനാഫേസ് 2-ലാണെങ്കിലോ അപ്പോൾ ഇവിടെ 2 സെല്ലുകൾ കാണിക്കുക. ക്രോമസോംസ് ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണിക്കുക. ഓരോ പോളിലും 2 ക്രോമസോംസ് വീതം കാണിക്കുക 2 ഡയഗ്രത്തിലും. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ മുൻ പരീക്ഷകൾക്ക് ചോദിച്ച ഫോക്കസ് ഏരിയയിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങൾ. അപ്പോൾ ഇത് നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. പല ചോദ്യങ്ങളും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഈ ചാപ്റ്ററിൽ കൂടുതലൊന്നും പഠിക്കാനുമില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇത് പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിലെ മിക്കവാറും ഭാഗങ്ങളും ഫോക്കസ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ തന്നെയാണ്. അപ്പോൾ നന്നായി പഠിക്കാം. ഓക്കെ, താങ്ക് യു.